ഹായ് എവരി വൺ. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസും പാരൻസും എല്ലാം ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു നീറ്റിനുള്ള പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയാൽ എങ്ങനെയായിരിക്കും ലൈഫ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഉമർ മുഹമ്മദ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഉമറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം സാധാരണ നമ്മൾ കാണാറുള്ളത് ഈ മെഡിക്കൽ സീറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നീറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നേടുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇപ്പം അതും കഴിഞ്ഞ് സൂപ്പർ റിപ്പീറ്റും അത് കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എപ്പോഴാണ് കിട്ടിയത്? എത്ര റിപ്പീറ്റ് ചെയ്തു? ഞാൻ റിപ്പീറ്റ് ഒന്നും ചെയ്തിരുന്നില്ല. എന്റെ പ്രിപ്പറേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 12th +2 കഴിഞ്ഞ ഉടനെ തന്നെ 2019 നീറ്റ് എൻട്രൻസ് എക്സാം തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് +1 ഏർലി തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം ഒരു ഉറപ്പുണ്ടായിരുന്നില്ല മെഡിസിനിലേക്ക് പോകണോ എഞ്ചിനീയറിംഗിലേക്ക് പോകണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ സബ്ജക്ട് വൈസ് ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഒരു നീറ്റ് പ്രിപ്പറേഷൻ, ഒരു ജെയ് പ്രിപ്പറേഷൻ എന്നതിലുപരി ഓരോ സബ്ജക്റ്റിനും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാം എഴുതിയിരുന്നപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ മെഡിക്കൽ എൻട്രൻസ് തന്നെയാണോ എഴുതിയതല്ല? അതിൽ എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. എത്ര റാങ്ക് ഒക്കെ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1016, അത് കീമിൽ അത് 117 കേരള റാങ്ക്. പിന്നെ ജെയ് മെയിൻസ് അന്ന് 98.6 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് ഞാൻ എഴുതിയിരുന്നു, അതിൽ 8000 റാങ്ക് കിട്ടിയിരുന്നു. പിന്നെ ജിപ്മർ അന്ന് 400 റാങ്ക് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ജെയും നീറ്റും ഒക്കെ ഒരുപോലെ ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വലിയ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അങ്ങനെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഈ ഒരു അതായത് ഞാൻ ലേണിങ്ങിന് എപ്പോഴും ഒരു പിരമിഡ് പോലെയാണ് കണ്ടിരുന്നത്. അതായത് നമ്മൾ ഏത് എക്സാമിന് എന്തിനും പ്രിപ്പയർ ആണെങ്കിലും ഒരു ബേസിക് നോളേജ് എല്ലാത്തിനും സെയിം ആണ്. അതിപ്പോൾ ബോർഡിന് പ്രിപ്പയർ ആണെങ്കിലും ജെയിന് പ്രിപ്പയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫിസിക്സ് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നീറ്റിൽ വരുന്നുണ്ട്, ബോർഡ് എക്സാമിന് വരുന്നുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് എക്സാമിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജെയ് മെയിൻസ് അഡ്വാൻസിനൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ തന്നെ ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ നോക്കിയാൽ എല്ലാത്തിനും സെയിം ആണ്. ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിന് വരുന്നത്. അപ്പൊ ആ ബേസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ മുകളിൽ നമ്മൾ ഓരോ എക്സാമിനും വേണ്ടിയിട്ട് അതിൻ്റെതായ എക്സ്ട്രാ എലമെന്റ്സ് ആഡ് ചെയ്യും. ഇപ്പൊ ബോർഡിന് പ്രിപ്പയർ ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എങ്ങനെ എഴുതാം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് കാര്യങ്ങൾ ഫോളോ ചെയ്ത് അതൊന്നും പ്രിപ്പറേഷൻ ഉണ്ടാവും. MCQs എന്തായാലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സൈഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ടൈമിങ് വെച്ച് ചെയ്യാം. ഇപ്പോൾ ഫിസിക്സിൽ എങ്ങനെ കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയാസിന് വേണ്ടി ആ ഒരു സെഗ്മെന്റും കൂടിയും ഞാൻ എന്താക്കും MCQ വെച്ച് സോൾവ് ചെയ്യും. അപ്പൊ അന്നത്തെ എൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ എന്ന് വെച്ചാൽ ബേസിക്കലി ആഴ്ചയിൽ ഒരു 7 days ഉണ്ടെങ്കിൽ ഏകദേശം വർക്കിംഗ് ഡേയ്സ് എല്ലാം 5 ദിവസം അല്ലെ 6 ദിവസം മൊത്തം സാധാ +2 പ്രിപ്പറേഷൻ ആയിരുന്നു. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലോണം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോലത്തിലായിരുന്നു. വീക്കെൻഡ്സ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ MCQ ബേസ്ഡ് ആയിട്ട് എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാനൊരു പഠിത്തം. അപ്പോൾ ഈ ഇവിടെ സാധാരണ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നതാണ്, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ അത് സ്കൂളിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു അതിൻ്റെ എല്ലാത്തിനും ബേസ് ഒന്നാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് തോന്നിയിട്ടുള്ള ആ നിലക്ക്? എങ്ങനെ ബോർഡ് എക്സാമിൽ എന്തായിരുന്നു അവസ്ഥ? ഞാൻ സ്കൂൾ ടോപ്പർ ആയിരുന്നു, 96.6 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറും ഒരു എക്സാം ആയി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ എല്ലാവരോടും പറയാറുണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പഠിക്കുക, ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും സ്റ്റഡീസിനെ അപ്രോച്ച് ചെയ്ത്. എനിക്കൊരു ബ്രോഡർ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രോഡർ നോളേജ് ആയിരുന്നു ഞാൻ എന്നും ഫോക്കസ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ എക്സാമുകളിലൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. അതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് ഏർലി സ്റ്റാർട്ട് ചെയ്യുക, കൺസിസ്റ്റന്റ്ലി പോവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഒരു ബ്രോഡർ നോളേജ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏർലി ആയി സ്റ്റാർട്ട് ചെയ്തു, ബേസിക്സ് എല്ലാത്തിനും ഒരേപോലെ പഠിച്ചു. എസ്പെഷ്യലി ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒരുപാട് കോൺസെപ്റ്റ്സ് അതിൽ വരുന്നുണ്ട്. അത് ഏത് എക്സാമിന് പോകുമ്പോഴും ഈ ബേസ് ശരിയാക്കാന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഈ +1 +2 സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്നതിൻ്റെ നേരെ കുറച്ചൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അത് എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ അതിൽ ഒരു ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ
ഓരോ വർഷം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ +1 നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് ആക്ച്വലി നമ്മൾ 9ാം ക്ലാസ്സിൽ അതിന്റെ ഒരു ബേസ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടാണ് +1ലേക്ക് അത് വരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവര് ഓരോ ക്ലാസ്സിലുള്ളത് അതാത് ക്ലാസ്സിൽ മര്യാദക്ക് പഠിച്ചാൽ അത് പിന്നീട് അത് ബിൽഡപ്പ് ചെയ്യും. ഇപ്പൊ 9ാം ക്ലാസ്സിലെ ആ 9ാം ക്ലാസ്സിലുള്ള ഫിസിക്സിന്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ +1 അതിന്റെ മുകളിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബിൽഡിംഗ് അപ്പാണ് ഏറ്റവും, ഞാൻ ഈ പറഞ്ഞ പോലെ ആ പിരമിഡ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് നമുക്ക് ഇതിന്റെ റിസൾട്ട്സ് കിട്ടാൻ. അപ്പോ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ബേസ് ആണ് ഏറ്റവും. അല്ല, ഇതിൽ ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് വെച്ചാൽ ഈ മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് സബ്ജക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതിലെ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക എന്നുള്ളതിലേക്കാണ്. രണ്ടാമത്തത്, എനിക്ക് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാനടക്കം അനുഭവിച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ നോക്കും, ഒരുപാട് പഠിക്കും, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കും. പക്ഷേ ഈ നമുക്കൊരു 9ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ട ഫിസിക്സിൽ. 9, 10 അത് കഴിഞ്ഞ് +1. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ നല്ല സമയം എടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു വിഷയമാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അതായിരുന്നു. അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്തത്? അതിൽ ഫസ്റ്റ് തിങ് പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അതിന് വേറൊരു എന്താ പറയുക, നമുക്കൊരു ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് പറയുന്നതിന് ഒരു ഇതാണ്. കാരണം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എസ്പെഷ്യലി ദ മോർ യു ഡു ദ ഫാസ്റ്റർ യു കൻ ഡു എന്നുള്ളതാണ്. കൂടുതൽ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെതായ ചീറ്റ് കോഡുകൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഓരോ കാൽക്കുലേഷൻ എങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കാം. നമുക്കിപ്പോ ഒരു MCQയിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നേ കറക്റ്റ് ആവുള്ളൂ. നമുക്കൊരു ഡെഫിനിറ്റ് ആൻസർ ആവശ്യമില്ല. ഇതില് ക്ലോസസ്റ്റ് ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എസ്പെഷ്യലി ഇപ്പൊ ഡെസിമൽ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്, റൗണ്ട് ഓഫ് ഒക്കെ ചെയ്ത് ഇപ്പൊ 7.2 × 3.1 എന്ന് പറയുമ്പോൾ 7 × 3 ഒരു 21 23 ഒക്കെ ഇടയിലായിരിക്കും നമ്പർ വരാന്നുള്ള നമുക്കൊരു അപ്രോക്സിമേഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു മെത്തേഡ്സ് വെച്ച് അത് ഈ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം അത് മനസ്സിലാവുള്ളൂ വരാന്നുള്ള. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി ആ എൻട്രൻസ് ഒക്കെ കിട്ടി ഇനി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ, ഇപ്പോൾ നമ്മുടെ തന്നെ പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല. ഈ എൻട്രൻസ് എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്താലും അവിടെ പോയിട്ട് അത്രക്കും വലിയൊരു എഫേർട്ട് ഇടേണ്ടി വരും, എല്ലാം മറന്ന് മരിച്ച് പഠിക്കേണ്ടി വരൂലേ എന്നുള്ള ഒരു കൺസേൺ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക്? എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, ഡിഫറെൻ്റ് ആളുകൾക്ക് ഇത് ഡിഫർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് എനിക്ക് ഹാർഡസ്റ്റ് പാർട്ട് അബൌട്ട് MBBS എന്ന് തോന്നിയത് അത് കയറാൻ തന്നെയാണ്. അതായത് MBBSലേക്ക് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് കയറി കിട്ടാന്നുള്ളതിന് ആ ഒരു എൻട്രൻസ് കടമ്പ തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത്. ഇഫ് യു ക്യാൻ മാനേജ് ദാറ്റ്, ദെൻ ഐ എം ഷുവർ നിങ്ങൾക്ക് മെഡിക്കൽ സ്കൂളിലുള്ള ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം നമ്മൾ എൻട്രൻസ് പോലത്തെ ഒരു കോമ്പറ്റിറ്റീവ് എന്താ പറയുക, ആ ഒരു ഇത്ര ലാക്സ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ ഇത്ര ടോപ്പ് 1% എത്തുന്ന ആ ഒരു പ്രഷറൊന്നും പിന്നീട് നമുക്കില്ല. അപ്പോൾ അവിടെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വൺസ് MBBS എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നീറ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ നമ്മളൊരു ഹൈസ്കൂളിൽ സക്സീഡ് ചെയ്യുന്നത് പോലെയല്ല ഒരു മെഡിക്കൽ സ്കൂളിൽ സക്സീഡ് ചെയ്യാന്നുള്ളത്. ഒരു മെഡിക്കൽ സ്കൂളിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ക്വാളിറ്റീസ് ആസ് എ പേഴ്സൺ നമ്മളെ സക്സസ്ഫുൾ ആകാൻ നമ്മളെ സഹായിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് നിർത്താതെ വർക്ക് ചെയ്യാന്നുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം മെഡിക്കൽ ഒരു കോളേജിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അക്കാഡമിക്കലി പല സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഭയങ്കര ഈസി ആയിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എനിക്ക് തോന്നിയത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് തോന്നുന്നത് മെഡിക്കൽ സ്റ്റുഡൻസിന്. കാരണം ബാക്കി കരിയേഴ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ലോങ് ജേർണി. ഒരു +1 നമ്മളിപ്പോൾ ഒരു 18 ഇയേഴ്സിൽ കഴിഞ്ഞ എൻട്രൻസ് ഒരു വർഷം റിപ്പീറ്റ് ഒക്കെ ചെയ്താൽ ഒരു 18-19 ഇയേഴ്സിൽ ഒരു മെഡിക്കൽ കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏർണിംഗ് ആസ് എ കൺസൾട്ടൻറ്റ് ഇന്നത്തെ ഒരു ലെവലിൽ in 2024 as we are speaking, after school ഒരു മിനിമം ഒരു 12 to 13 years ഓഫ് എക്സ്ട്രാ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ ആവശ്യമുള്ള ഒരു കരിയറാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇന്റലിജൻസോ ബ്രില്യൻസോ ജീനിയസ് ഐക്യോ എന്നല്ല വേണ്ടത്. നമുക്ക് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഒരു പെർസിവിയറൻസ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇത്തരം ക്വാളിറ്റീസ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വെറുമൊരു ഏർണിംഗ് എന്നുള്ളതോ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റികൾ അത് ആ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു കോട്ടൊക്കെ ഇട്ട് വരുന്ന ആ ഒരു പിന്നെ ഇമേജ് മാത്രം കണ്ടുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റുമോ എന്നുള്ളത് അറിയണം എന്നുള്ളതാണ്. സ്പ്രിന്റ് റേസ് അല്ല, ഒരു 100 മീറ്റർ സ്പ്രിന്റ് അല്ല, ഇതൊരു മാരത്തോൺ ആണ്.
ആരാണ് ഈ മാരത്തോണിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് അവർക്ക് അതിന്റെ ഫ്രൂട്ട്സ് ആൻഡ് റിസൾട്ട്സ് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മളൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി എന്തിനു ഡോക്ടർ ആവുന്നു എന്നുള്ള ഒരു നീറ്റ് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടൊന്ന് പ്രസ്റ്റീജിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, വിച്ച് ഇസ് ട്രൂ. നമ്മൾ MBBS കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നെ ഒന്ന് പറയുന്നത് ദ മണി, ഒരുപാട് പേര് പറയും ബെറ്റർ ബാക്കി ജോബ്സ് കമ്പയർ ചെയ്യുമ്പോൾ ദ പേ ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ പേ സ്കെയിലാണ്. ബട്ട് ദ റിയാലിറ്റി ഇസ് ദാറ്റ് ആ ഒരു പേ സ്കെയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഹവേഴ്സ് ഓഫ് വർക്കും, എസ്പെഷ്യലി PG കാലഘട്ടത്തിലും റെസിഡൻസിലൊക്കെ ഒരുപാട് ഹവേഴ്സ് ഓഫ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. 80-90 hours വീക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, അതിനൊക്കെ റെഡി ആയിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് മാനേജ്മെന്റും ഈ ഒരു ലോങ് റൺ ഒക്കെ ഇതില് നമുക്ക് ഈ MBBS അല്ലെങ്കിൽ മെഡിക്കൽ ഇതിൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറും തിയറി പഠിച്ച് എക്സാം എഴുതിയാൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലിനിക്കിലേക്ക് അടക്കം ഇറങ്ങണം. അപ്പോൾ എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ക്ലിനിക്സ് എക്സ്പീരിയൻസ് എന്താണ് തോന്നിയിട്ടുള്ളത്? നമ്മൾ എന്തിനൊരു നല്ല മെഡിക്കൽ കോളേജിൽ കയറണം. അപ്പൊ നമുക്ക് ഒരുപാട് മെഡിക്കൽ കോളേജസ് ഉണ്ട്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, സെമി ഗവൺമെന്റ്, എല്ലാം പ്രൈവറ്റ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ തിയറി പാർട്ട്. തിയറി പാർട്ട് എല്ലാം സെയിം ആണ്, എല്ലാവരും ഒരു ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ എവിടെ പഠിച്ചാലും പുറത്ത് പഠിച്ചാലും ഇറ്റ്സ് ഓൾ ദ സെയിം. ഡിഫറൻസ് പലപ്പോഴും വരുന്നത് നമ്മളെ ക്ലിനിക്കൽ എക്സ്പോഷർ എന്നുള്ളതാണ്. എസ്പെഷ്യലി അറ്റ് ദ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ വരികയാണെങ്കിൽ ദ മോർ നമ്പർ ഓഫ് പേഷ്യൻസ് വി സി ദ ഹയർ അവർ കോൺഫിഡൻസ് വിൽ ബി. നമ്മൾ ബുക്കിൽ നിന്ന് പഠിക്കുന്നതും യാഥാർത്ഥ്യത്തിൽ പേഷ്യൻസിനെ കാണുമ്പോഴും ഉള്ളത് ഒരുപാട് സ്റ്റാർക്ക് ഡിഫറൻസസ് ഉണ്ടാവും. അത് നമ്മൾ കണ്ട് തന്നെ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് മെഡിസിൻ ആസ് എ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് എപ്പോഴും ബെറ്റർ ആണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന്റെ റീസൺ ഇതാണ്, കൂടുതൽ ആളുകളെ കാണുമ്പോൾ ഈ പ്രൊഫഷനിൽ നമ്മൾ ബെറ്റർ ആയി വരുന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ ആം ആക്ച്വലി വെരി ബ്ലെസ്ഡ് ടു. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് ലോഡുള്ള ഒരു കോളേജാണ്. ഇവിടുത്തെ 4 ജില്ലകൾ, കോഴിക്കോടിന് ചുറ്റുമുള്ള 4 ജില്ലകളിൽ നിന്നും എല്ലാ പേഷ്യൻസും എത്തുന്ന ഒരു ടെർഷ്യറി കെയർ സെൻ്ററാണ്. അപ്പോൾ ക്ലിനിക്സ് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഓഫ് ഓൾ നമ്മൾ MBBS പഠിക്കുമ്പോൾ ദർ ഇസ് തിയറി, ദർ ഇസ് പ്രാക്ടിക്കൽ, അതിൻ്റെ കൂടെ ക്ലിനിക്കൽ ഭാഗമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് മെമ്മറബിൾ, ആസ് ഏറ്റവും ഒരു ഡോക്ടർ ആവുന്നു അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാൻ പോവാണെന്ന് ഏറ്റവും കൂടുതൽ ഫീലിംഗ് നമുക്ക് കിട്ടുന്നതും ഒരു ക്ലിനിക്കൽ സൈഡിൽ നിന്ന് തന്നെയാണ്. ഇതിലേ നമുക്ക് ക്ലിനിക്സും മാത്രമല്ല, ഇപ്പം പഠനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്നത് ചിലപ്പോഴൊക്കെ ഉറക്കമുണ്ടാവില്ല, അല്ലെങ്കിൽ ഉറങ്ങാതെ പഠിച്ച ദിവസങ്ങൾ, അത് നമ്മൾ പൊതുവെ ഒരു നോമാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടാണ് ഇനി ഹൗസ് സർജൻസിയിലേക്ക് കടക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നൈറ്റ് ഡ്യൂട്ടികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കാണിത് പിന്നെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസിൽ തന്നെ ഡോക്ടർ ആവണമെന്ന് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് വിചാരിക്കുന്നവരും ഡ്രീം ചെയ്തവരുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ്, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിലും ഈ ഒരു ലൈഫ് ആർക്കായിരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്നാണ് തോന്നുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പേഴ്സണലി ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും ആർക്കായിരിക്കും MBBS ഏറ്റവും ബെസ്റ്റ്? കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ പല ടൈപ്പ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, ബേൺഡ് ഔട്ട് ആയ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ഇനി ഇതൊരിക്കലും ചെയ്യില്ല എന്ന് ബാക്കിയുള്ളവരോട് ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്നവര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനു ഡോക്ടർ ആവുന്നു എന്ന് നമ്മൾ സ്വന്തം സെൽഫ് അനലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വാളിറ്റീസ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. എനിക്ക് തോന്നിയിട്ടുള്ള ആ 2 വേർഡ്സ് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടും നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ദിസ് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് ഈസ് റിവാർഡിങ്. ദിസ് ഇസ് എ പ്രൊഫഷൻ, അതായത് നിങ്ങൾ ഈ പ്രൊഫഷനിൽ എത്രത്തോളം ഇയേഴ്സ് നിങ്ങൾ നിൽക്കാൻ റെഡിയാണ്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ ഡിഗ്രി ഓഫ് റിവാർഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് ആ 2 ക്വാളിറ്റീസും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഈ എക്സാംസിന്റെ പറഞ്ഞല്ലോ, ഉറങ്ങാതെ പഠിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിയാലിറ്റി. എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ ദർ ആർ മോസ്റ്റ് പീപ്പിൾ ഡു ഗോ ത്രൂ ദാറ്റ് സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ അത് എങ്ങനെ ഇതുപോലത്തെ സ്ട്രെസ്സുകളായിട്ട് കോപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൺസ് ബേൺഡ് ഔട്ട് ആയി കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇതുപോലത്തെ തോട്ട്സ് വരുന്നത്, നിർത്തി പോകണം അല്ലെങ്കിൽ വേറെ ആളുകളോട് കയറണ്ടെന്നൊക്കെ ഒരു സജഷൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് ഫൈനലി എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ പാർട്ടാണ്. നിങ്ങൾ നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി ഹാപ്പി ദാറ്റ് യു ഡിഡ് ഇറ്റ്. അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് മെസ്സേജ് എന്നുള്ളത്. പിന്നെ വേറെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കാം, അതായത് ഇതൊരു ലോങ് ജേണിയാണ്. സോ ബി റെഡി ഫോർ എ മാരത്തോൺ എന്നുള്ളതാണ്. നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് പെട്ടെന്ന് ഇതാവുക, പെട്ടെന്ന് റിട്ടയർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ തോട്ട്സ് മാറ്റി വെച്ച് തിങ്ക് ഇൻ ദ ലോങ് ടേം. ആ ഒരു ലോങ് ടേം തിങ്കിങ് ഇപ്പം തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക.
പിന്നെ പ്രിപ്പയർ വെരി വെൽ ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻസ് ബിക്കോസ് ദാറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. മീൻസ് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ഐ ക്യാൻ സേ ഫോർ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ദാൻ ടു ഗെറ്റ് ഇൻ എന്ന് പറയുന്നത്. യെസ്, തീർച്ചയായും ഏറ്റവും നല്ല ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനെ ആഗ്രഹിക്കുന്നവർ, ഇത് സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് വളരെയധികം ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ്. ആ രൂപത്തിൽ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി മാനസികമായി എനിക്കിത് പറ്റുമോ എന്ന് ആദ്യം തീരുമാനിക്കുക, അതുപോലെ തന്നെ അതിനുശേഷം മാനസികമായി അതിന് തയ്യാറെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് ആയ എല്ലാ പ്രിപ്പറേഷൻസും ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും ശ്രമിക്കുക. എല്ലാവർക്കും അത്തരത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.